കെട്ടിപ്പിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ ആശാൻ നമ്മുടെ ടി എൻ പ്രതാപനാണ് കേരളത്തിൽ. ടി എൻ പ്രതാപൻ അത് വഴി കൂടെ കാണുന്ന പട്ടിയും പൂച്ചയും വരെ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കും. ഈ വല്ല തുണിക്കടയിലും പോയി കഴിഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ ഡമ്മിയും കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും ടി എൻ പ്രതാപൻ. പിണറായി വിജയൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കടക്ക് പുറത്തെന്ന് തന്നെ പറയും, ഒരു വംശമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പട്ടായയിലെ മണം പുള്ളിക്ക് ഇഷ്ടമല്ല, പട്ടായയിലെ മണം കാണും. അപ്പം അതുകൊണ്ട് പുള്ളി പറയാൻ വിട്ട് നിൽക്കാൻ പറയും. പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ ഇതേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് നാടകീയമായി പോയിട്ട് ആലിംഗനം ചെയ്യുകയും ഉമ്മയും കൊടുത്തെന്നേക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നിന്ന് കണ്ണടച്ച് കാണിച്ചു. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം മറ്റേയാളെന്തോ സംസാരിക്കാൻ വരിക, മറ്റേയാളെ മൈൻഡ് ചെയ്യുന്നില്ല. പട്ടിയെ എന്നാണ് ഇങ്ങനെ ഇരുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബിസ്ക്കറ്റ് മറ്റേയാൾക്ക് കിട്ടി. പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഒരു CM-നാ കൊടുക്കുന്നത്, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാൻ കരുതി ഇയാൾ ഉഷാറായി, ഇയാൾ നേരെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ മുങ്ങല, പിന്നെ എവിടെയാണെന്ന് അഡ്രസ്സ് പോലും ഇല്ല. സോണിയാഗാന്ധി പത്രത്തിൽ പരസ്യം കൊടുക്കാൻ നിൽക്കുകയായിരുന്നു, മകനെ നീ മടങ്ങി വരിക. അപ്പോൾ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തി. പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പുണരാൻ പറ്റില്ല, അത് വാരിപ്പുണരാൻ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. പറഞ്ഞത് എന്താണ് എന്ന ഒരു ബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ കെട്ടിപ്പിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ ആശാൻ നമ്മുടെ ടി എൻ പ്രതാപനാണ് കേരളത്തിൽ. ടി എൻ പ്രതാപൻ അത് വഴി കൂടെ കാണുന്ന പട്ടിയും പൂച്ചയും വരെ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കും. ഈ വല്ല തുണിക്കടയിലും പോയി കഴിഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ ഡമ്മിയും കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും ടി എൻ പ്രതാപൻ. കെട്ടിപ്പിടുത്തം എന്ന് പറയുന്നത്, ആലിംഗനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിബിക്കറിയില്ല, എൻ്റെ ഒരു സ്വഭാവത്തിനകത്തുണ്ട്. ഞാൻ പൊതുവെ ആരെ കണ്ടാലും നമ്മളെ ബന്ധമുള്ള സൗഹൃദമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ പിള്ളേരൊക്കെ ഒന്ന് തട്ടിയിട്ട് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ പെൺപിള്ളേരാണെങ്കിലും ഒരു തട്ട് കെട്ടി ഒന്ന് സംസാരിച്ചിട്ട്, അതായത് അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ആലിംഗനത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് ആലിംഗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനോട് ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. അങ്ങനെ ആലിംഗനം പിണറായി വിജയൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കടക്ക് പുറത്തെന്ന് തന്നെ പറയും, ഒരു വംശമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പട്ടായയിലെ മണം പുള്ളിക്ക് ഇഷ്ടമല്ല, പട്ടായയിലെ മണം കാണും. അപ്പം അതുകൊണ്ട് പുള്ളി പറയാൻ വിട്ട് നിൽക്കാൻ പറയും. എല്ലാ ആളുകളും പല രീതിയിൽ, അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലിംഗനം ചെയ്യാറുണ്ട്. അത് ലിംഗഭേദമന്യേ ആലിംഗനം ചെയ്യുക, അല്ലെങ്കിൽ ദേഹത്ത് തൊട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളത് പറയുന്ന പോലെയല്ല. ചിലർക്ക് ഇത് ഡിസ്കംഫർട്ടബിളാണ്. ചില ആളുകൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡിൽ മാത്രം ഒതുക്കുന്നതായിരിക്കും ഇഷ്ടം. അവർക്ക് ഒരു എന്താ പറയുന്ന ഹഗ് ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടാവത്തില്ല ചില ആളുകൾക്ക്. അപ്പം ഇതിനകത്തൊന്നും എനിക്ക് പരാതിയില്ല. അദ്ദേഹം ആലിംഗനം ചെയ്യാതിരിക്കുകയൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ ഇതേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് നാടകീയമായി പോയിട്ട് ആലിംഗനം ചെയ്യുകയും ഉമ്മയും കൊടുത്തെന്നേക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നിന്ന് കണ്ണടച്ച് കാണിച്ചു. അത് ആലിംഗനത്തിലെ കാപട്യോ. ഒരു മനുഷ്യനെ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ കെട്ടിപ്പിടിക്കുന്നതിനകത്തിൽ ആത്മാർത്ഥത ഉണ്ടാവണം. എന്നിട്ട് കണ്ണടച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇയാളെ പറ്റിച്ചു എന്നുള്ള മാതിരിയാണ്, അഭിനയമായിരുന്നു എന്നുള്ളത്. കാരണം അതിന് പോലുള്ള പക്വത ഇല്ലാത്ത ഒരാളാണ്. രാജ്യത്തിന് വേണ്ടത് ഇന്നത്തെ സമയത്ത്, രാജ്യത്തൊരു ഫുൾ ടൈം പ്രധാനമന്ത്രിയുണ്ട്, രാജ്യത്ത് ഫുൾ ടൈം പ്രതിരോധ മന്ത്രിയുണ്ട്, രാജ്യത്ത് ഫുൾ ടൈം മന്ത്രിമാരുണ്ട്, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഫുൾ ടൈം മുഖ്യമന്ത്രിമാരുണ്ട്, കേരളത്തിലുൾപ്പെടെ എല്ലായിടത്തും. ഇവിടെ BD DK കർണാടകയിൽ, ഇപ്പോൾ നമ്മളെ വിജയ് വന്നപ്പം, അതിനു മുമ്പ് സ്റ്റാലിനാവുമ്പോഴും ഒക്കെ ഉണ്ട്, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. രാജ്യത്തെ എല്ലാ ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരുണ്ട് ഫുൾ ടൈം. പക്ഷേ രാജ്യത്തൊരു പാർട്ട് ടൈം പ്രതിപക്ഷ നേതാവുള്ളത്, അതാണ് ഏറ്റവും വലിയ അപകടം. പ്രതിപക്ഷ നേതാവ് പാർട്ട് ടൈമാണ്. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. ഒരു കേന്ദ്രമന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും, ഫെസിലിറ്റി, ഓഫീസ്, സ്റ്റാഫ്, വീട് എല്ലാം കൊടുക്കുന്നുണ്ട്. അത്രയും ലക്ഷം നമ്മളെ ഖജനാവിൽ നിന്ന് മുടക്കുന്നത്. എന്നിട്ട് ഇത് ഇടയ്ക്ക് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ബൈ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുമ്പോഴായിരിക്കും കഥം. ഇതാണ് സ്ഥിതി. ഭാരത് ജോഡോ യാത്ര 2022 നടത്തിയപ്പോൾ ഒരു ടെമ്പോ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ അത് വോട്ടാക്കി അവർക്ക് മാറ്റാൻ പറ്റിയോ? ഇല്ല. കേരളം പിടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്.
പക്ഷേ പിന്നെ മൊത്തത്തിൽ നോക്കുമ്പം ബി ജെ പിക്ക് ക്ഷീണം വരുന്നില്ലല്ലോ. ബി ജെ പിക്ക് എവിടെ ക്ഷീണം വന്നേ? കേരളത്തിലും ബി ജെ പിക്ക് 3 സീറ്റ് കിട്ടി. ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷിച്ച നേട്ടം ഇല്ലാതെ പോയത്. ബാക്കിയുള്ളിടത്തെല്ലാം അവർക്ക് തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അത്യാവശ്യം സീറ്റുകൾ പിടിച്ചു. പിന്നെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു അവരെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബി ജെ പി എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കേണ്ടത്, മഹാരാഷ്ട്ര അജിത് പവാറിനെയും കൊണ്ടുവന്നു. പവാറിൻ്റെ പാർട്ടിയെ വളർത്തിയിട്ട് പിന്നെ ഒറിജിനൽ പാർട്ടിയായിട്ട് പവാറിന്റെ പാർട്ടിയെ മാറ്റി. അല്ല, അജിത് പവാറിൻ്റെ പാർട്ടിയെ മാറ്റി. അതായത് പാർട്ടി ഉണ്ടാക്കിയ പവാർ മേപ്പോട്ട് നോക്കിയിരിക്കുക, വായി നോക്കിയിരിക്കുക. കാരണം പുള്ളിയുടെ കൂടെ ഉള്ളവരല്ലെങ്കിൽ പോകുന്ന ഒറിജിനൽ പാർട്ടിയായിട്ട് മാറി. ഈ പിന്നെ ഏകനാഥ് ഷിൻഡെ, ബാൽ താക്കറയുടെ മകനാണ് പിന്നെ ഇയാൾ ഉദ്ധവ് താക്കറെ. ആ ഉദ്ധവ് താക്കറയുടെ പാർട്ടിയെ പിളർത്തിയിട്ട് ഏകനാഥ് ഷിൻഡെ സിംഹഭാഗവും കൊണ്ട് ഇങ്ങ് പോന്നു. അവരായി ഔദ്യോഗിക പാർട്ടി. അങ്ങനെ പോയി. ബീഹാറിൽ അവർ ചെയ്തത് എങ്ങനെയാണ്? ബീഹാറിൽ അവർ നിതീഷ് കുമാറിനെ കൂടെ നിന്ന്, നിതീഷ് കുമാറിൻ്റെ കൂടെ മെല്ലെ ഞങ്ങളവിടെ നിന്ന് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് ചെറിയ സ്പേസ് ചോദിച്ചു. പിന്നെ ഒട്ടകത്തിനിടം കൊടുത്ത പോലെയായി. പിന്നെ അവരേറ്റവും വലിയ കക്ഷിയായി. ഇപ്പം നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി, അവരുടെ മുഖ്യമന്ത്രി വന്നു. നവീൻ പട്നായിക്കിനെ ഒറീസയിൽ അത് തന്നെയാണ് ചെയ്തത്. ഒറീസയ്ക്കകത്തും പിന്നെ നവീൻ പട്നായിക്കിൻ്റെ മുന്നണിയിൽ കയറി കൂടി മുന്നണിയെ ഇവരങ്ങ് വിഴുങ്ങി. നവീൻ പട്നായിക്ക് ഒന്നും അല്ലാതായിപ്പോയി. ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മമതയുടെ കൂടെ ജയിച്ചു വന്ന MLA-മാർ കൂട്ടത്തോടെ കൂടുമാറുക. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പഴയ പിന്നെ SFI അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും അങ്ങനെയാണ് പോകുന്നത്. തമിഴ്നാട്ടിലും വരാൻ പോകുന്നത് വേറൊന്നുമല്ല. തമിഴ്നാട്ടിൽ DMK-യും AIDMK-യും ഇനി ഭരണമില്ലാതെ 5 വർഷം പോകുമ്പോൾ ദുർബലമാവും. ആ ദുർബലമാകുമ്പോൾ അവിടെ BJP സ്പേസ് കണ്ടെത്തും. ആ സമയത്ത് വിജയും ഇവരും കൂടെ കൈ കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ ചെയ്തിട്ടുള്ള പിന്നെ ശുദ്ധ രാഷ്ട്രീയ മര്യാദകളല്ലേ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMK-ക്ക് ഇവർ കാണുമായിരുന്നു. DMK സ്റ്റാലിനിൽ ഏക ഛത്രാധിപതിയായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് മുന്നണിക്കകത്ത് CPM-നും CPI-ക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ സീറ്റുകൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് സീറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പിന്നെ കരുത്തനായ നേതാവായിട്ട് നിന്നതും ഇതേ സ്റ്റാലിനാണ്. പക്ഷേ ആ സ്റ്റാലിന് ഭരണം പോയെന്ന് കണ്ടപ്പോൾ ഒറ്റയടിക്ക് TV ഒക്കെ ഒട്ടങ്ങി ചാടിപ്പോയി. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തും അവർ ചെയ്തിട്ടുള്ള പിന്നെ രീതികൾ എങ്ങനെയാണ് വേണ്ട. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ മര്യാദയില്ലായ്മ, ഗുരുത്വമില്ലായ്മ, പ്രായമുള്ളവരെ ബഹുമാനിക്കാതിരിക്കുന്ന സ്ഥിതി പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. ചിലപ്പോൾ വളർന്നു വന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം. മുത്തശ്ശിയുടെ മരണം, അച്ഛൻ്റെ മരണം, പിന്നെ ഇവർ വളരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രിമാരുടെ മക്കളാകുമ്പോൾ അവർ സുരക്ഷാ വലയത്തിലാണ്. അവർക്ക് മറ്റുള്ള പിള്ളേരെ പോലെ കളിക്കാനും ചിരിക്കാനും പന്ത് കളിക്കാനും പാടത്ത് പോകാനും മീൻ പിടിക്കാൻ പോകാനും ഒന്നും പറ്റത്തില്ല. അത്രയും സുരക്ഷയല്ല നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർന്ന ഘട്ടത്തിലുണ്ടായിട്ടുള്ള ചില മാനസികാഘാതങ്ങളുടെ ഭാഗമായിട്ട് ചെറിയൊരു വൈകല്യം അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആരാണ് ഗുലാം നബി ആസാദ്? മുത്തശ്ശിയുടെ കൂടെ പിന്നെ കേന്ദ്ര ക്യാബിനറ്റിലുണ്ടായിരുന്ന അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഗുലാം നബി ആസാദിനെയൊക്കെ വയസ്സുകാലത്ത് അപമാനിക്കുന്ന രീതിയിലല്ലേ പെരുമാറിയിട്ടുള്ളത്. എന്തിനേറെ പിന്നെ കപിൽ സിബൽ എന്തുകൊണ്ടാണ് പോയത്, SPയിലോട്ട് പോയത്? കപിൽ സിബലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപിൽ സിബലൊക്കെ സുപ്രീം കോടതിയിൽ ഒരു കേസിന് അറ്റൻഡ് ചെയ്യുന്നതിന് ലക്ഷങ്ങൾ പിന്നെ ഫീസ് മേടിക്കുന്നതാണ്. ഈ പാർട്ടിയുടെ കേസുകളും ബാക്കിയുള്ളതും എല്ലാം കപിൽ സിബൽ നടത്തിക്കൊണ്ടിരുന്നതല്ലേ. മനു അഭിഷേക് സിംഗ്വിയെ പോലെ അല്ലായിരുന്നു കപിൽ സിബൽ. അതുമെല്ലാം നന്നായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു പാർലമെന്റേറിയനും കൂടെ എന്താ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ അയാൾ SPയിലോട്ട് പോയി. കാരണം ഇവരെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ബോധ്യമായി. ഉമ്മൻചാണ്ടി ചെന്നപ്പം പിന്നെ ഇരിക്കാൻ പോലും പറയാതെ കുറേ നേരം നിർത്തി വർത്താനം പറഞ്ഞു. എന്നിട്ട് അപ്പൻ്റെ പ്രായമുണ്ട്, ഇവ ഇരിക്കുക. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഇപ്പോൾ പിന്നെ സിബിയോ ഞാനോ പിന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് വലിയൊരു പോസ്റ്റിലിരിക്കുക, കോൺഗ്രസിൻ്റെ അവസാന വാക്കാണെന്നുണ്ടെങ്കിൽ, മുതിർന്ന പ്രായമുള്ള നേതാക്കന്മാർ വരുമ്പം അവർ പ്രാദേശിക നേതാക്കന്മാരാണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കത്തില്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒന്നിനി എഴുന്നേറ്റില്ലെങ്കിൽ തന്നെ ഇരിക്കേ കൈസായ സാബ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടല്ലേ പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞു തുടങ്ങുക. ആ മര്യാദയില്ല. ഹിമന്ത ബിശ്വാസ് വന്നപ്പം പപ്പുമോൻ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റേ ആളെന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വന്നതാണ്. ഇയാൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് ഈ സാധനം PJ കുര്യനും പിന്നെ KV തോമസിനും ഒക്കെ അറിയാവുന്ന വിഷയമാണ് കേട്ടോ. അവർക്കും അനുഭവങ്ങളുണ്ട്, തിക്താനുഭവങ്ങൾ.
ഇത് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം, എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. CPI രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി, MLA മാരോടും ബാക്കിയുള്ള DCC ഭാരവാഹികളോടൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പാട്ടായത്. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം മറ്റേയാൾ എന്തോ സംസാരിക്കാൻ വരിക, മറ്റേയാളെ മൈൻഡ് ചെയ്യുന്നില്ല, പട്ടിയെ എന്നാണ് ഇങ്ങനെ ഇരുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബിസ്ക്കറ്റ് മറ്റേയാൾക്ക് കിട്ടി. പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഒരു CM-നാ കൊടുക്കുന്നത്, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ഇത്ര അല്പത്തരമുള്ള ഒരാളാണ്. കാരണം ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. പിന്നെ ED കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസിനെ നശിപ്പിച്ചതിനകത്ത് വലിയ പങ്ക് രാഹുൽ ഗാന്ധി വഹിച്ചിട്ടുണ്ട്. വേറെ കേരളത്തിൽ നിന്നുള്ളവർക്കും പങ്കുണ്ട്, അത് വേറെ കാര്യം. രാഹുൽ ഗാന്ധി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതിന് എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. ഒന്ന് കൺസിസ്റ്റൻസി ഇല്ല, ഒരു സ്ഥിരതയില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യും. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാൻ കരുതി ഇയാൾ ഉഷാറായി, ഇയാൾ നേരെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ മുങ്ങല, പിന്നെ എവിടെയാണെന്ന് അഡ്രസ്സ് പോലും ഇല്ല. സോണിയാഗാന്ധി പത്രത്തിൽ പരസ്യം കൊടുക്കാൻ നിൽക്കുകയായിരുന്നു, മകനെ നീ മടങ്ങി വരിക. അപ്പോൾ ഈ അവസ്ഥയിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരിപ്പം ED കേസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിണറായിക്കെതിരായിട്ടും വീണ വിജയനെതിരായിട്ടുള്ള ED കേസുകളെ ഇപ്പം BJP-യുമായിട്ട് CPM ധാരണയിലാണ്. ആ ധാരണ ED കേസ് ഒതുക്കാനാണ് എന്ന് പറഞ്ഞിട്ട്. അടിസ്ഥാനപരമായി ഇവർക്കെതിരെ ED കേസുണ്ട്, നാഷണൽ ഹെറാൾഡ് കേസുണ്ട്, ബാക്കിയുള്ളതുണ്ട്. മനീഷ് സിസോദിയയ്ക്കും അരവിന്ദ് കെജ്രിവാളിനും എതിരെ കേസുണ്ടായിരുന്നു. ഇപ്പം എന്താ നിരപരാധികളാണെന്നും പറഞ്ഞ് തെളിഞ്ഞു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. അജിത് പവാറിനെതിരെ ED കേസ് എടുത്തതാ. അജിത് പവാർ ഇവരെ മുന്നണിയിൽ ചേർന്നപ്പോൾ പിറ്റേന്ന് കേസങ്ങ് എഴുതി തള്ളി. പ്രഫുൽ പട്ടേലിൻ്റെ എഴുതി തള്ളി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ED ടൂളായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് നിരന്തരമായി ഒരു വശത്ത് ആരോപിക്കുമ്പം, മറുവശത്ത് പിണറായി ED കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്, CPM-ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നതിനകത്ത് എന്താർത്ഥമുള്ളത്? മാത്രമല്ല, ED പിണറായി എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പ്രസംഗിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇതിനകത്ത്. പിന്നെ എങ്ങനെയാണ് നാഷണൽ ലെവലിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ആലോചിച്ച് നോക്കേണ്ടത്. 89-ലാണെങ്കിലും അതിന് ശേഷം 89-ൽ BP സിംഗ് സർക്കാരിനെ പിന്താങ്ങുന്നു ഇടതുമുന്നണി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്തിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ 1ാം UPA സർക്കാർ വരുന്ന സമയത്ത് ഇടതുമുന്നണി പിന്താങ്ങുന്നുണ്ട്. അന്ന് സോമനാഥ് ചാറ്റർജിയാണ് സ്പീക്കറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇടതുമുന്നണി പുറത്തുനിന്ന് പിന്താങ്ങിയതാണ്. രാജബായി, ഇതിനകത്ത് വേറൊരു വസ്തു കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തെ മാത്രം ഒരു നേതാവാണ്. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൻ്റെ മണ്ടത്തരമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നാളെ BD സതീശൻ CPM-ന്റെ തൃക്കാക്കര ഏരിയ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? രാഷ്ട്രീയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഞാൻ പറയുന്നത്, അയാൾക്ക് അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ മഹത്വം തിരിച്ചറിയാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2019-ലെ തോൽവിക്ക് ശേഷം AICC പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച് ഒറ്റ പോക്ക് പോയി. കാരണം തോറ്റു കഴിഞ്ഞാലും നിൽക്കണ്ടേ, ഇപ്പോൾ പിണറായി വിജയൻ CPM തോറ്റു, ഇവിടെ അട്ടപട്ടണം തോറ്റുപോയി. പ്രതിപക്ഷ നേതൃസ്ഥാനമായിട്ട് എടുത്തതൊന്നുമില്ലേ? അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദമാഷ് രാജിവെച്ചോ? ഇവർ MA രാജിവെച്ചോ? ഒളിച്ചോട്ടാണ്. ഇപ്പം നീറ്റ് പരീക്ഷാ വിഷയം എത്ര ആത്മഹത്യ നടന്നിട്ടുണ്ട് കൊണ്ടുവരാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ED ഇവർക്ക് ഇത്ര വിശ്വാസം ഉണ്ടാകുമ്പോൾ ഇവർ KT ജലീലിനെ രാജിവെക്കണം. KT ജലീൽ മറ്റേ പെൺപിള്ള ബിരിയാണി ചെമ്പിനകത്ത് കൊണ്ടുവന്നു, സ്വർണം കൊണ്ടുവന്നു. ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവരണമെങ്കിൽ ഇവർക്കൊക്കെ, മന്ത്രിക്കൊക്കെ സ്വർണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഗ്രീൻ ചാനൽ വഴിക്ക് ഇറങ്ങി വരാവുന്നതാണ്. കസ്റ്റംസ് പരിശോധന പോലും വേണ്ട. അങ്ങനെ അല്ലാതെ വരാൻ പറ്റുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ പ്രോട്ടോക്കോൾ പോലും അറിയാതെ ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞിട്ട് ഈന്തപ്പഴം ബിരിയാണി ചെമ്പെന്ന് പറഞ്ഞ് കുറേ കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായി? 5 വർഷം കഴിഞ്ഞു. 2021-ലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് കൂടുക. ഇനിയിപ്പോൾ ശബരിമല കേസ് വരാൻ പോകുന്നത് നോക്കിയോ? ശബരിമല കേസ്, കാരണം ശബരിമല കേസ് അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ പോയാൽ അത് 10ാം നമ്പർ ജനബന്ധത്തിൽ എത്തുമെന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് എത്താതിരിക്കാനുള്ള പണി ഇപ്പോൾ ഈ സർക്കാർ നടത്തും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിനകത്ത് തന്നെ ഇപ്പം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM കേരളത്തിൽ ദുർബലമായി കഴിഞ്ഞു. കാരണം പഴയ ആവേശത്തിലേക്ക് വളരെ പെട്ടെന്നൊന്നും എടുത്തു വരാൻ പറ്റത്തില്ല. സ്കൂളൊക്കെ തുറന്ന് സമരങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. കാരണം അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളാണ് CPM. പക്ഷേ ഇവരിവിടെ ആഗ്രഹിക്കുക CPM ഇല്ലാതാവണമെന്നാ. CPM ഇല്ലാതായാൽ CPM-നകത്തുള്ള വോട്ട് ബാങ്ക് BJP-യിലോട്ട് പോരും എന്നുള്ളത് അവർക്ക് ബംഗാളിൽ നിന്ന് അനുഭവമായി. ബംഗാളിൽ CPM ഇല്ലാതായപ്പം മമതാ ബാനർജി ശക്തിയായിട്ട് നിന്നപ്പം CPM-കാരായിട്ടുള്ള ആൾക്കാരും നേരെ
എന്തോ CPM-ന് എന്തായാലും ഇനിയിപ്പോൾ ജയിക്കാൻ പറ്റത്തില്ല, നേരെ BJP-യിലോട്ട് പോകുന്ന സ്ഥിതി എത്തി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തങ്ങളുടെ സഖ്യകക്ഷിയായ ഒരു പാർട്ടിയെ ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ മുന്നണി ബന്ധം പറ്റത്തില്ല. കാരണം അത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിനകത്ത് പിന്നെ ഇടതും വലതും മുന്നണി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ UDF LDF കൂടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് BJP-യുടെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറും. കാരണം ഇവിടെ നടക്കത്തില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJP വിരുദ്ധ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് നേതൃത്വം കൊടുക്കേണ്ടത് അതിനകത്ത് ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് ആണ്. അതിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഉത്തരവാദിത്വ ബോധം ഇല്ല എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെസ്റ്റ് ബംഗാളിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പ്രസംഗിച്ചത്? വനിതാ മുഖ്യമന്ത്രി, കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി. ഏത് വനിതയെ മുഖ്യമന്ത്രി ആക്കിയെന്നുള്ളത് ഞാൻ ആകെ കൺഫ്യൂസഡായി അതിനകത്ത്. ഇനി ആരെങ്കിലുമൊക്കെ ലിംഗനിർണ്ണയം നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. പരസ്പരം മത്സരിക്കുമ്പോഴും ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കുമ്പോഴും കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മര്യാദയിൽ വേണം സംസാരിക്കാൻ. ദേശീയ തലത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്തായിരുന്നാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ള രാഹുൽ ഗാന്ധി ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ കെജ്രിവാൾ അംഗീകരിക്കുമോ? പിന്നെ വേറെ ഇപ്പുറത്തുനിന്ന് ഇവരാരെങ്കിലും അംഗീകരിക്കുമോ? അഖിലേഷ് യാദവ് പറയുമ്പോഴെങ്കിൽ ഞാൻ ആയിക്കൊള്ളാം എന്ന് പറയും. അഖിലേഷ് യാദവ് ആവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതേപോലെ അഭിഷേക് ബാനർജി അംഗീകരിക്കുമോ? ഇവരാരും അംഗീകരിക്കുക? ഇനിയിപ്പോൾ DMK അംഗീകരിക്കുമോ? അമ്മ ചതിയല്ല അവരോട് ചെയ്തത്. ആരാ വിശ്വാസത്തിലെടുക്കുക? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിലെ തന്നെ നേതാക്കന്മാർക്ക് വിശ്വാസം ഇല്ലാതായിട്ടുണ്ട്. അതിന് പിന്നെ ഇങ്ങനെ മറ്റു പാർട്ടികൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കുക? പല ആൾക്കാരും പറയാറുണ്ട് രാഹുൽ ഗാന്ധി വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പല മുതിർന്ന നേതാക്കന്മാരും പറയാറുണ്ട് ഇത് നാശമാവും എന്നുള്ളത്. പക്ഷേ ആളുകൾക്കൊരു സോഫ്റ്റ് കോർണറുണ്ട് രാഹുൽ ഗാന്ധിയോട്. കാരണം ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ കുറച്ച്. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയ പിള്ളേരോട് നമുക്കൊരു പ്രത്യേക വാത്സല്യം ഉണ്ടാവും. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മികവ് കൊണ്ടല്ല ഇവിടെ ഒന്നും വന്നത്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ അതിവിടെ ഈ പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ എടുത്തിട്ടുള്ള പണിയുടെ ഭാഗമായിട്ട് ഇവിടെ അതിൽ പിന്നെ അത്രയും നല്ലൊരു പണി ഇവിടെ നടന്നുകൊണ്ട്, ക്യാമ്പയിൻ നടന്നുകൊണ്ട് K മുരളീധരൻ തൊട്ട് എല്ലാവരും പിന്നെ ചത്ത് കെട്ടി പണിയെടുത്തിട്ടും അതിനനുസരിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടും ഇവിടെ വന്നിട്ടുള്ളത്. കർണാടകയിൽ വന്നിട്ടുണ്ടെങ്കിൽ സിദ്ധരാമയ്യയുടെ ഫേസും DK ശിവകുമാറിൻ്റെ പവറും അങ്ങനെ അവിടെ വന്നത്. തെലങ്കാനയിൽ വന്ന് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫിഗറിനെ നിർത്തിയിട്ടാണ് പെട്ടെന്ന് ഉണർന്നത്. അല്ലാതെ എവിടെ ഇവരുള്ളത്? അപ്പോൾ ഇത് പിന്നെ അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് സംഭാവനകളൊന്നും നൽകിയിട്ടില്ല. സത്യത്തിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പിന്നെ എന്താ പറയുന്നത് സഹായമായിരിക്കും. കോൺഗ്രസിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഔദാര്യമായിരിക്കും. കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ ഇവിടെ പിന്നെ വീണ്ടും കുറച്ചുകൂടെ കരുത്തോടെ നിലനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.